പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയവർക്ക് അവർ സങ്കല്പിക്കുന്നതിനും അപ്പുറത്തുള്ള ശിക്ഷ നൽകുമെന്ന പ്രഖ്യാപനമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിൽ നിന്ന് ഇപ്പോൾ ഉണ്ടാകുന്നത്. ബീഹാറിലെ മധുബനിയിൽ പൊതുചടങ്ങിൽ സംസാരിക്കുകയായിരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസംഗം തുടങ്ങും മുൻപ് മൗനം ആചരിച്ച പ്രധാനമന്ത്രി പതിവ് ശൈലി വിട്ട് ഇംഗ്ലീഷിലും പ്രസംഗിച്ചു. ഭീകരരെ തിരിച്ചറിയും, കണ്ടെത്തും, ശിക്ഷിക്കും, അവസാനം വരെ പിന്തുടർന്ന് തകർക്കുമെന്നും രാജ്യം പ്രഖ്യാപിക്കുകയാണ്. हमारा दुख एक जैसा है, हमारा आक्रोश एक जैसा है. मैं बहुत स्पष्ट शब्दों में कहना चाहता हूं, जिन्होंने ये हमला किया है उन आतंकियों को और इस हमले की साजिश रचने वालों को उनकी कल्पना से भी बड़ी सजा मिलेगी. Friends, today from the soil of Bihar, I say to the whole world, India will identify, track and punish every terrorist and their backers. We will pursue them to the ends of the earth. India's spirit will never be broken by terrorism. Terrorism will not go unpunished. Every effort will be made to ensure that justice is done. പി ബസന്ത് വിവരങ്ങളുമായി. ബസന്ത്, ഇംഗ്ലീഷിൽ പ്രസംഗിക്കുന്ന സാധാരണ ശൈലിയില്ലാത്തതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക്. ഇംഗ്ലീഷിൽ പ്രസംഗിച്ചത് നമ്മൾ കേൾക്കാൻ വേണ്ടി മാത്രമല്ലല്ലോ, തിരിച്ചടി ഉണ്ടാകുമെന്ന് പൊതുജന മധ്യത്തിൽ ഉറപ്പിച്ച് പ്രധാനമന്ത്രി തന്നെ പറയുമ്പോൾ എന്താണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് എന്ന് വ്യക്തമാകുന്നുണ്ടോ? രതീഷ്, വളരെ ഉറച്ച ശബ്ദത്തിൽ തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പഹൽഗാമിന് ശേഷമുള്ള ആദ്യത്തെ പ്രതികരണം നടത്തിയത്. ഇന്ത്യയുടെ വിശ്വാസത്തിന് നേരെയുള്ള ആക്രമണമാണ് ഉണ്ടായത് എന്ന് പ്രധാനമന്ത്രി വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു. കാർഗിൽ മുതൽ കന്യാകുമാരി വരെ ഉള്ളവർക്ക് ഒരേ ദുഃഖമാണ് ഈ വിഷയത്തിലുള്ളത്. ഒരു കാര്യം ഉറപ്പാണ്, ഇതിന് കൂട്ടുനിന്നവർക്കും ഇത് ചെയ്തവർക്കുമെതിരെ കർക്കശമായ നടപടി ഉണ്ടാകുമെന്ന് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു. അവരെ കണ്ടെത്തും, അവരെ തെരഞ്ഞുപിടിക്കും, അവരെ ശിക്ഷിക്കുമെന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അതേസമയം ലോകത്തിന് നൽകിയൊരു സന്ദേശമാണ് ഇംഗ്ലീഷിലേക്ക് പെട്ടെന്ന് തൻ്റെ ഹിന്ദി പ്രസംഗം മാറ്റിക്കൊണ്ട് പ്രധാനമന്ത്രി നൽകിയത്. ലോകത്ത് നിന്നുള്ള എല്ലാ രാജ്യങ്ങൾക്കും തനിക്കൊപ്പം പിന്തുണ നൽകിയ, ഇന്ത്യക്ക് പിന്തുണ നൽകിയ എല്ലാ നേതാക്കൾക്കും പിന്തുണ അറിയിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി തൻ്റെ ഇംഗ്ലീഷ് പ്രസംഗം തുടങ്ങിയത് തന്നെ. മാത്രമല്ല, വളരെ കൃത്യമായ ഒരു സന്ദേശം തന്നെയാണ് പ്രധാനമന്ത്രി ആ പ്രസംഗത്തിൽ നൽകിയത്. ലോകത്തിന് തന്നെയാണ് അത് നൽകിയത്. അതായത്, ഞങ്ങൾ ഇതിനുള്ള പ്രതികാരം ചെയ്തിരിക്കും, അത് ആരൊക്കെയാണ് എന്ന് ഞങ്ങൾ തിരിച്ചറിയും, അവരെ കണ്ടെത്തും, അവരെ ശിക്ഷിക്കും, അവരുടെ സ്വപ്നത്തിൽ പോലും ഇല്ലാത്ത തരത്തിലുള്ള, അല്ലെങ്കിൽ അവർക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത തരത്തിലുള്ള തിരിച്ചടി തന്നെ നൽകുമെന്നാണ് പ്രധാനമന്ത്രി തൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞത്. മധുബനിയിലെ പൊതുയോഗത്തിൽ വെച്ചാണ് ഇത് പറഞ്ഞത്. ഒരു സർക്കാർ പരിപാടിയായിരുന്നു അത്. മുഖ്യമന്ത്രി നിതീഷ് കുമാർ ഒപ്പം ഉണ്ടായിരുന്നു. പക്ഷേ അത് ഈ പഹൽഗാം വിഷയത്തിൽ തന്റെ ആദ്യത്തെ പ്രതികരണം രാജ്യത്തോട് നടത്തുന്നതിന് പ്രധാനമന്ത്രി ഉപയോഗിക്കുകയായിരുന്നു. രതീഷ്, വസന്ത്, ഏതരത്തിലാണ് ഇപ്പോൾ അതിർത്തിയിലെ സാഹചര്യം? അതിർത്തിയിൽ വലിയ തോതിൽ സൈനിക വിന്യാസം പലയിടത്തുമുണ്ട് എന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇതൊക്കെ സർക്കാർ വൃത്തങ്ങൾ സ്ഥിരീകരിക്കുന്നുണ്ടോ? സൈനിക നീക്കം ഏതരത്തിലാണ്? ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ CRPF-ന്റെയും സേനയുടെയും ഒപ്പം ജമ്മുകശ്മീർ പോലീസിന്റെ സംയുക്ത ഓപ്പറേഷൻ പലയിടത്തും നടക്കുന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് വരുന്ന പുതിയ വിവരങ്ങൾ, പ്രതിരോധവുമായി ബന്ധപ്പെട്ട പുതിയ വിവരങ്ങൾ എന്തെല്ലാമാണ്? ചെറിയ സാങ്കേതിക പ്രശ്നമുണ്ട്. പി ബസിലേക്ക് വരാം. വളരെ പ്രധാനപ്പെട്ട വിവരമാണ്, വളരെ പ്രധാനപ്പെട്ട പ്രഖ്യാപനമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കുവച്ചത്. അതിന്റെ വിശദാംശങ്ങളാണ് പി ബസ് ഡൽഹിയിൽ നിന്ന് പ്രേക്ഷകരുമായി പങ്കുവച്ചുകൊണ്ടിരിക്കുന്ന. പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയവർക്ക് അവർ സങ്കല്പിക്കുന്നതിനും അപ്പുറത്തുള്ള ശിക്ഷ നൽകും എന്നതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകൾ. ബീഹാറിലെ മധുബനിയിൽ ഒരു പൊതുചടങ്ങിൽ സംസാരിക്കുന്നതിനിടയിലാണ് ഹിന്ദി പ്രസംഗത്തിനിടയിൽ ഇംഗ്ലീഷിൽ കൂടി സംസാരിച്ചുകൊണ്ട് തിരിച്ചടി നൽകുമെന്ന ഉറച്ച ശബ്ദം പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. രാജ്യം ആഗ്രഹിക്കുന്ന തരത്തിലുള്ള
തുടർ പ്രവർത്തനങ്ങൾ, നീക്കങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും സേനയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്ന നിലയിലുള്ള പ്രസംഗമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന. പ്രസംഗം തുടങ്ങും മുൻപ് മൗനം ആചരിച്ച പ്രധാനമന്ത്രി പതിവ് ശൈലി വിട്ട് ഇംഗ്ലീഷിലേക്ക് പ്രസംഗം ഇടയ്ക്ക് മാറ്റുകയായിരുന്നു. ഭീകരരെ തിരിച്ചറിയും, കണ്ടെത്തും, അവരെ ശിക്ഷിക്കും, അവസാനം വരെ പിന്തുടർന്ന് തകർക്കും എന്നതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകൾ. അതേസമയം തന്നെ പാകിസ്ഥാനിലുള്ള ചില വിവരങ്ങൾ കൂടി ഇന്ത്യയിലേക്ക് എത്തുന്നു. പാകിസ്ഥാൻ അവിടെ പ്രധാനപ്പെട്ട ഒരു യോഗം ചേരുകയാണ്. പാകിസ്ഥാന്റെ സുരക്ഷാ സമിതി യോഗം തുടങ്ങി എന്നതാണ് അവിടെ നിന്നുള്ള വിവരം. പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഈ യോഗത്തിന് നേതൃത്വം നൽകുന്നുണ്ട്. സൈനിക മേധാവികളും പങ്കെടുക്കുന്നു. ഇന്ത്യയുടെ നടപടിക്ക് പ്രതിരോധ നീക്കങ്ങൾ ആസൂത്രണം ചെയ്യുക എന്നതാണ് പാകിസ്ഥാന്റെ അവിടുത്തെ യോഗത്തിന്റെ ഇപ്പോൾ യോഗം വിളിക്കാനുള്ള സാഹചര്യം എന്താണ് മനസ്സിലാകുന്നത്. സൈനിക നീക്കം വലിയ തോതിൽ ശക്തിപ്പെടുത്താനുള്ള ആലോചന പല ഘട്ടങ്ങളിൽ, അത്തരം ആവശ്യങ്ങളും സമ്മർദ്ദവും സർക്കാരിന് മേലുണ്ട്. അതിനിടയിലാണ് പ്രധാനമന്ത്രിയുടെ വാക്കുകളും വരുന്നത്. പാകിസ്ഥാനിൽ ഇപ്പോൾ പങ്കെടുക്കുന്ന സൈനിക മേധാവികൾ ഉൾപ്പെടെ പങ്കെടുക്കുന്ന യോഗവും നടക്കുന്നത്. ബസന്ത് ഏത് തരത്തിലായിരിക്കും ഇനി തുടർ നീക്കങ്ങൾ എന്നത് വളരെ പ്രധാനമാകുന്നു. അതേസമയം തന്നെ ഇപ്പോഴത്തെ കശ്മീരിലെ സൈനിക വിന്യാസം ഏത് തരത്തിലാണ്? സൈന്യത്തിന്റെയും CRPFന്റെയും ജമ്മു കശ്മീർ പോലീസിന്റെയും സംയുക്ത ഓപ്പറേഷൻ ഇന്നലെ തന്നെ പലയിടങ്ങളിലും ഉണ്ടായത് നമ്മൾ കണ്ടതാണ്. ഇന്നൊരു സൈനികന് വീരമൃത്യു വരിക്കേണ്ടിയും വന്നു. ഇന്നത്തെ സാഹചര്യം എങ്ങനെയാണ്? രതീഷ, ഇത് സൈനിക വിന്യാസം എന്ന് പറയുന്നത് ശരിയല്ല. അത് ഭീകരർക്കെതിരെയുള്ള ഭീകര പ്രവർത്തകർക്കെതിരെ അല്ലെങ്കിൽ നുഴഞ്ഞു കയറുന്ന ഭീകരർക്കെതിരെയുള്ള കഴിഞ്ഞ എത്രയോ മാസങ്ങളായി തുടർന്നു വരുന്ന ഒരു സുരക്ഷാ സേനയുടെ ജോയിന്റ് ഓപ്പറേഷനാണ്. ജമ്മു കാശ്മീർ പോലീസും അതോടൊപ്പം CRPFും ചേർന്നുള്ള ഒരു നടപടിയാണ്. അത് പെഹൽഗാമിലെ 4 ഭീകരർക്കായുള്ള തെരച്ചിൽ ഇപ്പോൾ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇന്നലെ ബാരാമുള്ളയിലും കുൽഗാമിലും ഭീകരർക്കെതിരെയുള്ള വലിയൊരു പോരാട്ടം, ഏറ്റുമുട്ടൽ നടന്നിരുന്നു. അതിൽ ബാരാമുള്ളയിൽ 2 പേരെ വധിച്ചു. കുൽഗാമിലുള്ള ഏറ്റുമുട്ടൽ ഇപ്പോഴും തുടരുന്നുണ്ട്. അതിന്റെ തുടർച്ചയായിട്ടാണ് ഇന്ന് ജമ്മു കാശ്മീരിലെ ഉധംപൂരിൽ ബസന്ത്ഗഡിൽ ഇന്ന് രാവിലെ ഏറ്റുമുട്ടൽ ആരംഭിച്ചത്. ഈ ഏറ്റുമുട്ടൽ വ്യക്തമായ ഒരു ഇന്റലിജൻസ് സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഭീകരരെ കണ്ടെത്തുകയും ഏറ്റുമുട്ടൽ തുടങ്ങുകയും ചെയ്തത്. തുടക്കത്തിൽ തന്നെ ഒരു സൈനികന് പരിക്കേറ്റിരുന്നു. ചികിത്സയ്ക്കിടെ അദ്ദേഹം വീരമൃത്യു വരിക്കുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ സേന അറിയിച്ചിട്ടുള്ളത്. അതേസമയം വിവിധ സ്ഥലങ്ങളിൽ, ജമ്മു കാശ്മീരിലെ വിവിധ സ്ഥലങ്ങളിൽ സേനയും ജമ്മു കാശ്മീർ പോലീസും അതോടൊപ്പം CRPFും സംയുക്തമായി ചേർന്നുകൊണ്ടുള്ള ഭീകരർക്കെതിരെയുള്ള നടപടികൾ ശക്തമാക്കിയിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. വിവിധ സ്ഥലങ്ങളിൽ ഏറ്റുമുട്ടലുകൾ നടക്കുന്നു എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. പി ബസ്നാഥ് ഡൽഹിയിൽ വിവരങ്ങൾ നൽകുന്നത്. ഒരു സൈനിക നീക്കം എന്ന അർത്ഥത്തിലുള്ള നേരത്തെ തന്നെ ഭീകരവാദികൾക്കെതിരായ നടപടികൾ തുടരുന്നുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രത്യേകമായ സുരക്ഷയും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം തന്നെ പാകിസ്ഥാന്റെ ഡൽഹിയിലെ ഹൈക്കമ്മീഷന് മുന്നിൽ നാടകീയമായ രംഗങ്ങളാണ് ഇന്ന് അരങ്ങേറിയത്. ഹൈക്കമ്മീഷന്റെ ജീവനക്കാരിൽ ഒരാൾ കേക്കുമായി പോകുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഇയാൾ ഉത്തരം നൽകിയതുമില്ല. ഹൈക്കമ്മീഷന്റെ സുരക്ഷ പിൻവലിച്ചതിന് പിന്നാലെയാണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായ. ആ ദൃശ്യങ്ങൾ കൂടി ഒന്ന് കാണാം. केक लेकर जा रहे हैं, कौन सी खुशी? आज तो क्या कोई बात नहीं, आपके यहाँ कोई फंक्शन भी हो सकता है, आप बता दीजिए। आप अपना डेजिग्नेशन बताइए और ये सेलिब्रेशन किस लिए है? ये तो बता ही सकते हैं किस वजह से जा रहे हैं, क्या वजह है। वो केक लेकर जा रहे हैं। कल समन किया गया था पाकिस्तान हाई कमीशन से, क्या रिस्पॉन्स है? कब तक में कई बड़े निर्णय लिए गए हैं। पाक के जो राजनयिक हैं उनको भारत छोड़ने का आदेश दिया गया है। to cooperate with Indian officials? अपने हाथों में थोड़ा बताइए ना। Can you please tell us who are you? वो बोल नहीं रहे हैं। ഡൽഹിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കണ്ടത്. പാകിസ്ഥാൻ ഹൈക്കമ്മീഷന് മുൻപിലാണ് ഈ നാടകീയമായ സംഭവങ്ങൾ ഉണ്ടായത്. പഹൽഗാമിൽ 26 വിനോദസഞ്ചാരികളെ കൊലപ്പെടുത്തിയ ഭീകരർക്കായുള്ള തിരച്ചിൽ ഇന്നും ശക്തമായി തുടരുകയാണ്. അതിനിടയിലാണ് ഇങ്ങനെ ഒരു സംഭവം. ബൈസരൺ താഴ്വരയ്ക്ക് സമീപത്തെ വനമേഖലയിൽ ഇന്നും ഊർജിതമായ തിരച്ചിലാണ് എന്നാണ് ഞങ്ങളുടെ പ്രതി B. ബാലഗോപാൽ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. ഭീകരർ പീർ പഞ്ചാൽ മേഖലയിലേക്ക് കടന്നതായി സുരക്ഷാ ഏജൻസികൾ സംശയിക്കുന്നുണ്ട്. അപകടം നടന്ന ബൈസരണിലെ വിനോദസഞ്ചാരികളുടെ പ്രവേശനം തടഞ്ഞിരിക്കുകയാണ്. ബൈസരണിൽ നിന്ന് മാതൃഭൂമി ന്യൂസ് സംഘം തയ്യാറാക്കിയ റിപ്പോർട്ടാണ് ഇനി കാണുക. മെനിഞ്ഞാന്ന് ഭീകരാക്രമണം നടന്ന ബൈസ്രൺ വാലിയിലാണ് ഞാനും ക്യാമറാമാൻ ജഗദീഷ് പിഷ്ടും ഇപ്പോൾ ഉള്ളത്. മെനിഞ്ഞാന്ന് എനിക്ക് പിന്നിൽ കാണുന്ന ഈ ബൈസ്രൺ താഴ്വരയുടെ നയന മനോഹരമായ ഈ പ്രദേശത്തായിരുന്നു ഈ ഭീകരാക്രമണം ഉണ്ടായത്. ഏതാണ്ട് ഉച്ചയ്ക്ക് ശേഷമായിരുന്നു ഈ ഭീകരാക്രമണം നടന്നത്. ഈ ബൈസ്രൺ വാലിയുടെ ഈ തുടക്കത്തിൽ ഒരു പ്രവേശന കവാടമുണ്ട്. ആ പ്രവേശന കവാടത്തിൽ ടിക്കറ്റ് ഒക്കെ വാങ്ങി വേണം ഉള്ളിലേക്ക് പ്രവേശിക്കാനുള്ള. അതിന്റെ തൊട്ടടുത്തായി തന്നെ
ഒരു മാഗി ഷോപ്പ്, അതായത് ലഘുഭക്ഷണവും മറ്റും വിതരണം ചെയ്യുന്ന ഒരു മാഗി ഷോപ്പ് ഉണ്ടായിരുന്നു. ഇവിടെ കടന്നു വരുന്നവർക്ക് ഭക്ഷണം കഴിക്കുന്നതിനുള്ള ലഘുഭക്ഷണത്തിന് വിതരണം ചെയ്യുന്ന സ്ഥലമായിരുന്നു. അവിടെയാണ് ഭീകരർ ആദ്യം എത്തിയിരുന്നത്. ഈ ഭീകരർ പിന്നീട് അവിടെ നിന്ന് ഈ ആൾക്കാരെ, അതായത് വളഞ്ഞ ആൾക്കാരെ ഇതിന്റെ മധ്യഭാഗത്തേക്ക് കൊണ്ടുപോവുകയും അവിടെ വെച്ച് സ്ത്രീകളെയും കുട്ടികളെയും മാറ്റി നിർത്തുകയുമാണ് ഉണ്ടായത്. തുടർന്നാണ് ഈ വെടി ഉതിർത്തതെന്നാണ് ഇപ്പോൾ ഈ അന്വേഷണത്തിൽ പ്രാഥമികമായി, അതായത് ദൃക്സാക്ഷി മൊഴികളിൽ നിന്നും മറ്റും വ്യക്തമാകുന്നത്. ഇതിനുശേഷം ഈ നേരെ പിന്നിൽ കാണുന്ന, അതായത് ഈ മൈതാനത്തിന്റെ നേരെ പിന്നിൽ കാണുന്ന ഭാഗത്തേക്ക്, അത് ആ ഒരു പച്ച മിനാരമൊക്കെ കാണുന്ന ആ പ്രദേശത്തേക്കാണ് ഈ ഭീകരർ കടന്നത്. അതിനപ്പുറത്തേക്ക് വനമേഖലയാണ്. ആ വനമേഖലയിലേക്ക്, കാരണം നിബിഡ വനമാണ്, നിബിഡമായ പൈൻ മര കാടുകളാണ്, ആ വനമേഖലയിലേക്കാണ് കടന്നിരിക്കുന്നത്. നിലവിൽ ഈ ബൈസ്രനിൽ ഈ വലിയ തോതിലുള്ള ഈ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. CRPF-നാണ് സുരക്ഷ നൽകിയിട്ടുള്ളത്. ആരെയും ഈ താഴ്വാരത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കുന്നില്ല. ഈ ഭീകരർക്കായുള്ള തെരച്ചിൽ കഴിഞ്ഞ മിനിഞ്ഞാന്ന് മുതൽ ആരംഭിച്ചതാണ്. ഇന്നും ബൈസ്രൻ പ്രദേശത്ത് ഈ തെരച്ചിൽ നടക്കുന്നുണ്ട്. സൈന്യം, അതുപോലെ തന്നെ CRPF, JNK പോലീസ് എന്നിവരാണ് ഈ തെരച്ചിൽ നടത്തുന്നത്. വ്യോമ നിരീക്ഷണവും വ്യോമസേനയുടെ ഹെലികോപ്റ്ററുകളിൽ വ്യോമ നിരീക്ഷണവും നടത്തുന്നുണ്ട്. പക്ഷേ ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഈ ബൈസ്രൻ വാലിയിൽ നിന്ന് ഈ ഭീകരർ പീർപഞ്ചൽ മേഖലയിലേക്ക് കടന്നതായാണ് പറയപ്പെടുന്നത്. ഏതായാലും അവരെ കണ്ടെത്തുന്നതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഈ ബൈസ്രൻ വാലി നിലവിൽ ശോകമൂകമാണ്, ശ്മശാന സമാനമായ അന്തരീക്ഷമാണ്. നമുക്കിവിടെ കാണാൻ കഴിഞ്ഞത് തന്നെ അന്നത്തെ ഈ അപകടത്തിന് ശേഷമുള്ള രക്തത്തുള്ളികൾ ഉൾപ്പെടെ, അതായത് രക്ഷാപ്രവർത്തനത്തിന് ശേഷം അവിടെ ഉണ്ടായിരുന്ന രക്തത്തുള്ളികൾ ഉൾപ്പെടെ നമുക്ക് അവിടെ കാണാൻ വേണ്ടി കഴിഞ്ഞിരുന്നു. നിലവിൽ ആരെയും അവിടേക്ക് പ്രവേശിപ്പിക്കുന്നില്ല. പൂർണ്ണമായും CRPF-ന്റെ സുരക്ഷിതത്വത്തിലാണ്. ഈ ബൈസ്രൻ വാലിയെ കുറിച്ച് പറയുകയാണെങ്കിൽ സീസൺ സമയത്ത് ഏതാണ്ട് 10,000-ലധികം ആളുകൾ ഒരു ദിവസം സന്ദർശിക്കുന്ന പ്രദേശമാണ്. ആ പ്രദേശമാണ് ഇപ്പോൾ ശ്മശാനമൂകമായ അന്തരീക്ഷം നിലനിൽക്കുന്നത്. ക്യാമറാമാൻ ജഗദീഷ് വിഷ്ണുവിനൊപ്പം ബൈസ്രൻ വാലിയിൽ നിന്നും V. ബാലഗോപാൽ, മാതൃഭൂമി ന്യൂസ്. രാജ്യത്തിന്റെ ഹൃദയത്തിൽ നിന്ന് ഒഴുകിയ രക്തത്തുള്ളികളാണ് അവിടെ ഇപ്പോഴും കട്ട പിടിച്ചുറയാതെ കിടക്കുന്നത്. തിരിച്ചടി ഉണ്ടാകുമെന്നാണ് രാജ്യത്തിന്റെ ആകെ പ്രഖ്യാപനം. ഇപ്പോൾ സാധാരണ നിലയിലേക്ക് ഇതുവരെയും ജമ്മുകശ്മീർ എത്തിയിട്ടില്ല. പലയിടത്തും സൈന്യം വലിയ തോതിൽ, ഇന്റലിജൻസ് ഏജൻസികൾ വലിയ തോതിൽ തിരച്ചിലുകൾ നടത്തുന്നു, വിവരങ്ങൾ ശേഖരിക്കുന്നു, ഭീകരവാദികളെ കണ്ടെത്തുന്നതിന് വേണ്ടി ആ മേഖലയാകെ വളഞ്ഞിരിക്കുന്നു. ഗ്രൗണ്ട് സീറോയിൽ നിന്നുള്ള B. ബാലഗോപാലിന്റെ റിപ്പോർട്ടാണ് നമ്മൾ കണ്ടത്. ഇനി നമ്മൾ അവിടെ കഴിയുന്ന ലാവണ്യ, കഴിഞ്ഞ ദിവസം നമ്മളുമായി വിശദമായി സംസാരിച്ചാണ്. ഈ അപകടം, ഈ ആക്രമണം ഉണ്ടാകുന്നതിന് തൊട്ട് പിന്നാലെ അവിടേക്ക് എത്തേണ്ടതായിരുന്നു. പക്ഷേ അല്പസമയം അവർ ഭക്ഷണം കഴിക്കാൻ കയറിയത് കൊണ്ട് മാത്രം അവർ ഈ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നാണ് ലാവണ്യ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ലാവണ്യ ജമ്മു കശ്മീരിനോടൊപ്പം കേണൽ ഡെന്നിയെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. B. ബാലഗോപാൽ അവിടുത്തെ തത്സമയ വിവരങ്ങൾ നൽകാനായി ഗ്രൗണ്ട് സീറോയിൽ നമുക്കൊപ്പം ചേരുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ആദ്യം ലാവണ്യയിലേക്കാണ്. ലാവണ്യ ഇപ്പോൾ ഉള്ളത് എവിടെയാണ്? ഇന്നലെ ഒരു റിസോർട്ടിലായിരുന്നു. ഈ ആക്രമണം നടന്നതിന് തൊട്ട് പിന്നാലെ ഒരു 5 മിനിറ്റ് ദൂരം മാത്രമേ അവിടേക്കുണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസവും പറഞ്ഞതാണ്. ഇപ്പോൾ എവിടെയാണ് അവിടുത്തെ സ്ഥിതി? ഇന്ന് എങ്ങനെ പ്രേക്ഷകരുമായി സംസാരിക്കാൻ കഴിയും? ഓക്കെ, ഇന്ന് ഞങ്ങള് പഹൽഗാമിൽ നമ്മൾ അവിടുന്ന് ലീവ് ചെയ്തു. ഇപ്പൊ ഞങ്ങള് ശ്രീനഗറില് ദാൽ ലേക്കിന്റെ അവിടെ എത്തിയിരിക്കുന്നത്. ദാൽ ലേക്കാണ് ഇപ്പൊ നോർമൽ. ഇവിടെ ഇപ്പൊ എല്ലാ ഷോപ്സും എല്ലാം ഓപ്പൺ ആണ്. എല്ലാം നമുക്ക് കാണുമ്പോൾ എല്ലാം ഒരു നോർമൽ ലൈഫായിട്ട് ഫീൽ ചെയ്യുന്നു. പക്ഷെ എല്ലാ സ്ഥലത്തും CRPF ഭയങ്കരമായിട്ടും സ്ട്രോങ് ആയിട്ടുള്ള കവറേജ് ഉണ്ട്. നമ്മൾ വരുന്ന വഴിയിലൊക്കെ അതാണ് കണ്ടത്. ഭയങ്കര സ്ട്രോങ് ആണ്. ചെക്കിംഗ് ഉണ്ട്. എല്ലാം വണ്ടി നമ്പറൊക്കെ നോട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ വന്നത് എത്ര ദൂരമാണ്? ഈ ശ്രീനഗറിലേക്ക് അവിടെ നിന്ന് എത്ര ദൂരം ഉണ്ടായിരുന്നു? ഏറെക്കുറെ എത്ര സമയമെടുത്തു? സെക്യൂരിറ്റി പോയിന്റ് അങ്ങോട്ട് പോയ പോലെയാണോ ഇങ്ങോട്ട് വന്നപ്പോൾ? അല്ലല്ല, കാരണം ഇങ്ങോട്ട് വന്നപ്പോ എല്ലാം ഫുൾ വാച്ചിങ് ആണ്. ഓരോ പോയിന്റിലും അവരെല്ലാരെയും ചെക്ക് ചെയ്യുന്നുണ്ട്. മീൻസ് വണ്ടി സ്റ്റോപ്പ് ചെയ്തിട്ട് ഫുൾ ഉള്ളിലൊക്കെ നോക്കുന്നുണ്ട് അവര്. ഡ്രൈവറിന്റെ ഡീറ്റെയിൽസ് എടുക്കുന്നുണ്ട്, എത്ര പേരുണ്ട്, ഏത് സ്ഥലത്തു നിന്നാണ്, അതൊക്കെ ചോദിക്കുന്നുണ്ട്. നമ്മൾ പോയ പോലെയല്ല, പിന്നെ വലിയ ബ്ലോക്ക് ഒന്നുമില്ല. നമ്മൾ പോയ സമയത്ത് ഭയങ്കര ബ്ലോക്ക് ഒക്കെ ആയിരുന്നു റോഡിലൊക്കെ. പക്ഷെ ഇപ്പൊ അത്ര ബ്ലോക്ക് ഒന്നുമില്ല. വരുന്ന വഴിയിൽ അധികം ബ്ലോക്സ് ഒന്നും ഉണ്ടായിട്ടുണ്ടായില്ല. ഈ ദാൽ തടാകം എല്ലാവർക്കും അറിയുന്നതാണ്. പല സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. കശ്മീരുമായി ബന്ധപ്പെട്ട ഏത് ഗാനം കേട്ടാലും അതിൽ ദാൽ തടാകത്തിന്റെ ഒരു ഫ്രെയിമെങ്കിലും ഉണ്ടാകാതിരിക്കില്ല. കശ്മീരിന്റെ ആകെ മനോഹാരിത, സ്ഫടിക ഭംഗി എന്നൊക്കെ പറയാൻ കഴിയുന്ന ദാൽ തടാകം. ആ ദാൽ തടാകം, ആ മേഖലയിലെ ഇപ്പോഴത്തെ സ്ഥിതി എങ്ങനെയാണ്? അവിടെ ആളുകളുണ്ടോ? കച്ചവടമൊക്കെ എപ്പോഴും വളരെ സജീവമാകുന്ന, സഞ്ചാരികളെ വലിയ ആവേശപൂർവ്വം സ്വീകരിക്കുന്ന ആളുകളുടെ ഒരു പ്രദേശമാണല്ലോ. ദാൽ തടാകത്തിന്റെ ചുറ്റുമുള്ള പശ്ചാത്തലം എങ്ങനെയാണ്?
അതാ ഞങ്ങളിപ്പോ ഇവിടെ വന്നപ്പോ നോർമലാണ്, ഇഷ്ടംപോലെ തമിഴ്, കർണാടക ആൾക്കാരൊക്കെ ഉണ്ട്. ഞങ്ങളിപ്പോ ദാൽ ലേക്കിന്റെ അവിടെ ഉള്ളത്. ഫുള്ള് ബോട്ട്സ് ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. കുറെ ടൂറിസ്റ്റ് ആൾക്കാരൊക്കെ അതിൽ കയറിയിട്ടുണ്ട്. ഇതാണ് അവിടുത്തെ ഒരു സിറ്റുവേഷൻ. ഇതാണ്. അത്യാവശ്യം തിരക്കുണ്ട് എല്ലാ സ്ഥലങ്ങളിലും. ചെക്കിങ്ങും എല്ലാം സ്ട്രോങ് ആയിട്ട്. ഇതായത് ഉണ്ടോ, ഇത് ഹോട്ടലിന്റെ ഫ്രണ്ടിൽ CRPF ഉണ്ട്. അത് താൽത്തടാകത്തോട് ചേർന്നാണോ നിങ്ങൾ നിൽക്കുന്നത്? താൽത്തടാകത്തിന്റെ കരയിലാണ്. അതെ അതെ അതെ. അവിടെ സഞ്ചാരികൾ ഇപ്പോൾ മലയാളികളെ കണ്ടെത്താൻ കഴിഞ്ഞോ? ഇപ്പോൾ കഴിഞ്ഞ ദിവസം ലാവണ്യ പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾ വന്ന് അവിടെ നിന്ന് രക്ഷപ്പെട്ട് വന്നപ്പോൾ പല സഞ്ചാരികളും ഉണ്ടായിരുന്നു, പലരും വേഗത്തിൽ തന്നെ അവിടെ നിന്ന് തിരികെ പോകുന്നുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് അറിഞ്ഞ് ഭയപ്പാടിലായിരുന്നു പലരും. അവർ വേഗത്തിൽ തിരികെ പോകുന്നുണ്ടായിരുന്നു. നിങ്ങളുടെ സംഘത്തിൽ 10-11 ആളുകൾ ഉണ്ട്. അവരെല്ലാവരും ഒപ്പമുണ്ടോ? അവിടുത്തെ അന്തരീക്ഷം എങ്ങനെയാണ്? കേരളത്തിലുള്ള ആളുകളും ഒക്കെ ഉണ്ടോ? ഞങ്ങളെ ഫാമിലി മെമ്പേഴ്സ് ആയിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചുണ്ട്. പക്ഷെ നമ്മളിപ്പോ വന്ന സ്ഥലങ്ങളിൽ എവിടെയും മലയാളീസിനെ കണ്ടിട്ടില്ല. തമിഴ്നാട്ടിൽ നിന്ന് കുറെ പേരുണ്ട്, കർണാടക ഉണ്ട്, കൽക്കത്ത, കുറെ ബംഗാളീസിനെ കാണുന്നുണ്ട്, പിന്നെ നോർത്ത് ഇന്ത്യൻസും. ഇതൊക്കെ ദാലിന്റെ അടുത്തൂടെ ഞങ്ങളിപ്പോ വണ്ടിയിൽ നമ്മൾ കയറി. നോർമൽ എല്ലാ ഷോപ്സ് ഒക്കെ ഓപ്പൺ ആണ്, എല്ലാം ഓപ്പൺ ആണ് ഇവിടെ. ഈ ദാൽത്തടാകത്തിന് സമീപത്തും ഈ സെക്യൂരിറ്റി പരിശോധനകൾ കാര്യമായി ഉണ്ട് എന്നതാണ് നേരത്തെ ലാവണ്യ വ്യക്തമാക്കിയത്. ഈ മേഖലയിൽ മറ്റാളുകളുമായി തമിഴ്നാട്ടിലെ ആളുകളുണ്ട്, ബംഗാളിൽ നിന്ന് ആളുകളുണ്ട്. എല്ലാവരും സ്വാഭാവികമായും നടുങ്ങിയ ഒരു അവസ്ഥയിലായിരിക്കും. വിനോദസഞ്ചാരത്തിന് നേരത്തെ നിശ്ചയിച്ചതനുസരിച്ചുള്ള ഷെഡ്യൂൾ പ്രകാരം വരുന്നതായിരിക്കും. വേഗത്തിൽ മടങ്ങേണ്ട സാഹചര്യം ഉണ്ടായിരിക്കും. ഇവരുമൊക്കെ സംസാരിക്കാൻ കഴിഞ്ഞോ? അവരുടെയൊക്കെ ഒരു പ്രതികരണം ഏത് തരത്തിലാണ്? നമ്മള് ഹോട്ടലിലൊക്കെ പോകുന്ന സമയത്ത് ഭയങ്കര വാച്ചിങ് ആണ് അവര്. നമ്മളുടെ മൂവ്മെന്റ്സ് ഒക്കെ വാച്ച് ചെയ്യുന്നുണ്ട്. ഈവൻ ലേഡീസ് ആണെങ്കിലും ജെന്റ്സിന്റെ ആണെങ്കിലും നല്ല സിവിലിയൻസ് ഭയങ്കര ചെക്കിങ് ഇല്ലെങ്കിലും അവരുടെ ആ നോട്ടത്തിൽ അത്ര സ്ട്രിക്റ്റ് ആയിട്ട് കാര്യം നടക്കുന്നത്. ഈ സഞ്ചാരികൾക്ക് പ്രത്യേകമായ എന്തെങ്കിലും നിർദ്ദേശം നൽകുന്നുണ്ടോ? ഇല്ലില്ല, അധികം ബ്ലോക്സ് ഒന്നും ആക്കാൻ സമ്മതിക്കുന്നില്ല അവര്. പെട്ടെന്ന് വണ്ടിയിലെടുത്ത് വേഗം ഇറങ്ങാനാ പറയുന്നത്. എവിടെയും ബ്ലോക്സ് ഒന്നും ചെയ്യാൻ വിടുന്നില്ല. ഇന്നലെ ലാവണ്യ വിശദമായി പറയുന്നുണ്ടായിരുന്നു അവിടുത്തെ കശ്മീരികളായ ആളുകളുടെ, ഇപ്പോൾ റിസോർട്ടിലെ ആളുകളെ കുറിച്ചൊക്കെ ലാവണ്യ ഇന്നലെ പറയുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ ജീവൻ നഷ്ടപ്പെട്ടാലേ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കൂ, നിങ്ങൾ ധൈര്യമായിരിക്കൂ, നിങ്ങൾ പുറത്തേക്കൊക്കെ ഇറങ്ങൂ, ഈ അന്തരീക്ഷമൊക്കെ ഒന്ന് കാണൂ, ഈ ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിക്കൂ. ഇവിടെ ഒരു ഭീകരാക്രമണം ഉണ്ടായി, ഞങ്ങൾക്ക് ആർക്കും അതിൽ പങ്കുള്ളതല്ല, ഞങ്ങളുടെ ജീവൻ പോയാലേ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കൂ എന്ന ഉറപ്പ് നൽകുന്നുണ്ടായിരുന്നു എന്ന് ഇന്നലെ ലാവണ്യ പറയുന്നുമുണ്ടായിരുന്നു. ഇന്ന് അവിടെയുള്ള ആളുകളുമായൊക്കെ സംസാരിക്കാൻ കഴിയുന്ന അവരുടെയൊക്കെ ഒരു അന്തരീക്ഷം, അവരുടെയൊക്കെ ഒരു മനസ്ഥിതി എങ്ങനെയാണ് എന്ന് മനസ്സിലാകുന്നുണ്ടോ? തീർച്ചയായിട്ടും. കാരണം എന്താ വെച്ചാല് വളരെ നമ്മളിപ്പോ ആ റിസോർട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് അവർക്ക് ഭയങ്കര ഒരു ഗിൽറ്റി ഫീൽ ആണ്. അവർക്ക് ഭയങ്കരമായിട്ട് ഒരു ഗിൽറ്റി ഫീൽ. കാര്യം അവര് പറഞ്ഞ വെച്ചാൽ അവരെ വീട്ടിൽ വന്ന ഒരു ഗസ്റ്റിനെ ഒരു ദ്രോഹം ചെയ്ത അല്ലെങ്കിൽ ആ ഒരു ഫീലാണ് അവര് പറയുകയും ചെയ്തു. സാധാരണ നമ്മൾ നോർമലി ലഗേജ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു പൈസ നമ്മൾ കൊടുക്കുന്നതാ, എല്ലാവർക്കും കൊടുക്കുമല്ലോ. ഇവിടെ പൊതുവെ അവര് എന്തെങ്കിലും വേണമെങ്കിൽ ചോദിച്ചു വാങ്ങുന്നവരാണ്. പക്ഷെ നമ്മളിപ്പോ എത്ര കൊടുത്തിട്ട് അവര് വാങ്ങാൻ കൂട്ടാക്കുന്നുണ്ട്. എങ്ങനെയായിട്ട് അവര് പൈസ വാങ്ങുന്നില്ല, ഞങ്ങൾ വാങ്ങൂല, ഞങ്ങൾക്കത് ശരിയാവില്ല അങ്ങനെ തന്നെയാണ്. ഭയങ്കര വിഷമമുണ്ട് അവർക്ക്. പിന്നെ നമ്മള് ഏറ്റവും ഒരു ഇതെന്ന് വെച്ചാൽ നമ്മള് തിരിച്ചു വന്നുകൊണ്ടിരുന്ന സമയത്ത് ഒരു ട്രാഫിക് പോലീസ് ജസ്റ്റ് ചെക്കിങ്ങിനായിട്ട് നമ്മളെ ട്രാവലർ നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരുടെ ലോക്കൽ ലാംഗ്വേജിൽ ഡ്രൈവറോട് പറഞ്ഞു. അപ്പൊ വണ്ടി വിട്ടു. അപ്പൊ ഡ്രൈവർ പറഞ്ഞു, എന്താ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് ചോദിച്ചു. നമ്മളില്ല. അവര് പറഞ്ഞെന്താ വെച്ചാല് മോദിയോട് പോയി പറയണം കശ്മീരിൽ എല്ലാവരും ടൂറിസ്റ്റുകളുടെ ഒപ്പം ഉണ്ടെന്ന് പറയണം എന്ന് പറഞ്ഞു. അതാണ് അവരുടെ വികാരം. ദാൽത്തടാകത്തിന്റെ മുന്നിൽ നിന്നാണ് ലാവണ്യയും കുടുംബാംഗങ്ങളെയും ഒക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അധിക നേരം എങ്ങും വാഹനം നിർത്താൻ അനുവദിക്കുന്നില്ല. സ്വാഭാവികമാണ്, ഇങ്ങനെ ഒരു വലിയ സംഭവം ഉണ്ടായതിന് പിന്നാലെ സുരക്ഷാ ക്രമീകരണങ്ങൾ കൂടുതൽ ശക്തിപ്പെട്ടിട്ടുണ്ട്. പലയിടത്തും ഓപ്പറേഷൻസ് നടക്കുന്നുണ്ട്. അതിനിടയിലാണ് ദാൽത്തടാകത്തിന് സമീപത്തടക്കം സഞ്ചാരികളുള്ളത്. പലരോടും വേഗത്തിൽ മടങ്ങുക എന്ന നിലയിലുള്ള പ്രതികരണമാണ് ഉണ്ടാകുന്നത്. അതേസമയം കശ്മീരികൾ ഈ ആക്രമണത്തിന് എതിരായ നിലപാട് പരിപൂർണമായി എടുക്കുന്നു എന്നാണ് ഇന്നലെ മുതലുള്ള പ്രതികരണങ്ങളെല്ലാം നമ്മൾ കാണുന്നത്. വളരെ വേഗത്തിൽ നമുക്ക് തിരികെത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.
പഹൽഗാമിൽ 26 വിനോദസഞ്ചാരികളെ കൊലപ്പെടുത്തിയ ഭീകരർക്കായുള്ള തിരച്ചിൽ ശക്തമായി എന്നും തുടരുകയാണ്. ബൈസരൻ താഴ്വരയ്ക്ക് സമീപത്തെ വനമേഖലയിൽ നിന്നും ഊർജിതമായ തിരച്ചിൽ തുടരുന്നു എന്നതാണ് ബി ബാലഗോപാൽ ഞങ്ങളുടെ പ്രതി അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഈ സംഭവം ഉണ്ടായ സ്ഥലത്ത്, ഈ ആക്രമണം ഉണ്ടായ സ്ഥലത്ത് നിന്നാണ് നേരത്തെ ആ വിവരങ്ങൾ പങ്കുവച്ചത്. ഒപ്പം ലാവണ്യ, വിനോദസഞ്ചാരി സംഘത്തിലുള്ള ലാവണ്യ കണ്ണൂർ സ്വദേശിയാണ്. കഴിഞ്ഞ ദിവസവും അവിടെ നിന്നുള്ള വിവരങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവച്ചിരുന്നു. അവർ സംസാരിക്കുന്ന ദാൽ തടാകവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ സാഹചര്യം എങ്ങനെയാണ് എന്താണ് നേരത്തെ നമ്മൾ കണ്ടത്. ഇപ്പോൾ കേരൾ ഡിന്നി കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ഡിന്നി, കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ സംസാരിച്ചാണ് എന്തായിരിക്കും അടുത്ത സ്റ്റെപ്പ് എന്നത്. ഇന്ന് കുറെ കൂടി വ്യക്തത വരുന്നുണ്ടോ? നോക്കൂ, ഇന്നലത്തെ വൈകിട്ടത്തെ നമ്മുടെ ഫോറിൻ സെക്രട്ടറിയുടെ പ്രസ് മീറ്റിൽ അത് കുറച്ചുകൂടെ വ്യക്തത വന്നിട്ടുണ്ട്. കാരണം നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്ന, ഭാരതത്തിന്റെ 140 കോടി ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു അർഹതപ്പെട്ട ഒരു തിരിച്ചടി, ആ തിരിച്ചടിയുടെ ഭാഗമായിട്ട് തന്നെ ഇന്നലെ കുറെ കാര്യങ്ങൾ നമ്മുടെ ഭാരത സർക്കാർ പുറത്തു വന്നിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് കാണിക്കുന്ന 1-2 കാര്യങ്ങൾ, നമ്മൾ വെറും ഒരു സൈനിക നടപടി മാത്രമല്ല, ഒരു ഗവൺമെന്റ് അല്ലെങ്കിൽ ഒരു രാഷ്ട്രത്തിന്റെ മൊത്തത്തിലുള്ള ശക്തി, കോംപ്രിഹെൻസീവ് നാഷണൽ പവർ എന്ന് പറയുന്ന പോലെ ഒരു രാഷ്ട്രത്തിന്റെ മൊത്തത്തിലുള്ള ശക്തി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഭീകരവാദത്തിന്റെ എഗെയിൻസ്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ ഭീകരവാദം ചെയ്ത ആളുകൾ അവരുടെ എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മളത് അത് ടാർഗറ്റ് ചെയ്ത് അവരുടെ അടുത്ത് നമ്മൾ ആ ഒരു സമീപനമാണ് നമ്മൾ കാണിക്കുന്നത്. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ഈ സിന്ധു നദി കരാറ് നമ്മൾ ഇപ്പം സസ്പെൻഷൻ അല്ലെങ്കിൽ അബയൻസിലേക്ക് വെച്ചിരിക്കുന്നത്. അത് വളരെ ഒരു ശക്തമായിട്ടുള്ള ഒരു നടപടിയാണ്. കാരണം നമുക്കറിയാം, സിന്ധു നദീജല കരാറിനെ കുറിച്ച് പലർക്കും അറിയില്ല എന്ന് തോന്നുന്നു, അല്ലെങ്കിൽ അത്തരം ചർച്ചകൾ അങ്ങനെ കാര്യമായി എങ്ങും കണ്ടില്ല. സിന്ധു നദീജല കരാറ് റദ്ദാക്കുന്നതിലൂടെ പാകിസ്ഥാനിൽ സംഭവിക്കാൻ പോകുന്നതിന്റെ അവിടുത്തെ ആ ഇമ്പാക്ട് കൂടി ഒന്ന് വിശദീകരിക്കാമോ? എങ്ങനെയായിരിക്കും അവിടുത്തെ എക്കോണമി അത് ബാധിക്കുക, എങ്ങനെയായിരിക്കും അവിടുത്തെ കർഷകരെ അടക്കം ബാധിക്കുക, എങ്ങനെ അതിനെ പാകിസ്ഥാൻ സർക്കാർ നേടാൻ കഴിയും, അങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയുമോ? അങ്ങനെ സ്ട്രോങ് സ്റ്റെപ്പ്, നമ്മളെപ്പോഴും ഒരു അനുകമ്പാപൂർണമായ നിലപാടെടുക്കാറുണ്ട് ശത്രുരാജ്യമാണ് എങ്കിൽ പോലും. നമ്മൾ സ്ട്രോങ് സ്റ്റെപ്പിലേക്ക് എത്തുമ്പോൾ പാകിസ്ഥാൻ അങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയുമോ? അത്തരം സാഹചര്യമുണ്ടോ? നമ്മൾ ഈ ഒരു സിന്ധു നദീ കരാർ 1960 തൊട്ട് പല യുദ്ധങ്ങളും നടന്നിട്ടുണ്ടെങ്കിലും നമ്മൾ അതിനെ നമ്മൾ പിന്നോട്ട് പോയിട്ടില്ല. അതിനകത്ത് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, പ്രത്യേകിച്ച് പ്രേക്ഷകർ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഇൻഡസിന്റെ നദിയും സിന്ധു നദിയും അതിന് കൂടുള്ള മറ്റ് 5 നദികളും അതിന്റെ 80% വെള്ളം പോകുന്നത് പാകിസ്ഥാനിലേക്ക് ആണ്. 20% മാത്രമേ ഉള്ളൂ ഭാരതത്തിലേക്ക്. അപ്പം അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് ഇപ്പോഴത്തെ ഈ കരാറിന്റെ സിസ്റ്റവും. അപ്പൊ പലപ്പോഴും പലരും പറഞ്ഞിട്ടുണ്ട് ഇതിനെ വീണ്ടും ഒരിക്കൽ കൂടി ഇത് റീവിസിറ്റ് ചെയ്ത് ഇതിനെ മാറ്റി എഴുതണം എന്നൊക്കെ പറഞ്ഞിട്ടില്ല. മുമ്പൊന്നും നടത്തിയിട്ടില്ല. കാരണം വെള്ളം എന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്കറിയാം, പാകിസ്ഥാനിൽ പ്രത്യേകിച്ച് പഞ്ചാബ്, സിന്ധ് ഈ പ്രൊവിഷൻസിലൊക്കെ ധാരാളം കർഷകരൊക്കെ ഉള്ള ഒരു ഏരിയ ആണ്. അവിടെ വെള്ളം കിട്ടാതെ വരികയാണെങ്കിൽ അവർക്ക് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ തന്നെ പാകിസ്ഥാന്റെ ഉള്ളിൽ പഞ്ചാബും സിന്ധ് പ്രൊവിൻസിൽ തമ്മിൽ അവർ ഭയങ്കരമായിട്ട് പ്രശ്നങ്ങളുണ്ട്. കാരണം പഞ്ചാബ് പ്രൊവിൻസ് ഈ നദികളിൽ 5 ഡാം പണിയാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. അപ്പൊ അവിടെ വലിയ രീതിയിലുള്ള പ്രശ്നം വരുന്നുണ്ട്.